അച്ഛൻ്റെ വിടവ് ഇതാക്കാൻ പറ്റത്തില്ലെങ്കിലും നീതി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അച്ഛൻ പോയ വിഷമം ഉണ്ട് എങ്കിലും സങ്കടത്തിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സന്തോഷമാണ്. വധശിക്ഷ തന്നെ കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. കാരണം അച്ഛനെ അവർ ഉപദ്രവിച്ചത് സാധാരണ ഒരു കൊലയായിട്ട് മാറ്റാൻ പറ്റുന്നതല്ലായിരുന്നു. അച്ഛൻ്റെ മുഖം പോലും ശരിക്ക് കാണാൻ പറ്റാത്ത ഒരു രീതിയായിരുന്നു. അച്ഛൻ്റെ മുഖം കണ്ട് സത്യത്തിൽ ഞാൻ പേടിച്ചു പോയായിരുന്നു. എപ്പോഴും എന്നെ ചിരിച്ചോണ്ട് തന്നെ മോളേന്ന് വിളിക്കുന്ന അച്ഛൻ്റെ മുഖം അല്ലായിരുന്നു അത് കണ്ടിരുന്നത്. വധശിക്ഷ തന്നെ കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. മോള് ഈ അച്ഛനെ കൊന്നവരോട് എന്തെങ്കിലും പറയണം തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മനസ്സിലെന്തെങ്കിലും അങ്ങനെ ഉണ്ടായോ? എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു. എന്തേലും പ്രതികാരം ഉണ്ടെങ്കിൽ പ്രതികാരമുള്ളവർ ചെയ്യണം. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛൻ എന്തിനാ ഒരു കൊല്ലുന്നത്? എൻ്റെ അച്ഛൻ ആരും ഉപദ്രവിക്കാത്ത ഒരാളാണ്. ഉറുമ്പിനെ പോലും അച്ഛൻ അറിഞ്ഞോട് ഉപദ്രവിച്ചിട്ടില്ല. അച്ഛൻ അത്രയും ക്രൂരമായിട്ട് കൊല്ലാനും വേണ്ടി എന്ത് പകയാ അച്ഛൻ ചെയ്ത്? ഒരു കാരണവുമില്ല. വൈകാരികമാണ് പ്രതികരണം. 11-ാം വയസ്സിൽ സ്വന്തം അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് നേരിൽ കാണേണ്ടി വന്ന ഹൃദയയുടെ ഹൃദയം നുറുങ്ങുന്ന വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. മനസാക്ഷിയെ മരവിപ്പിച്ച രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ വിധിച്ചതിന് പിന്നാലെയായിരുന്നു ആ പെൺകുട്ടിയുടെ വൈകാരികമായ പ്രതികരണം. പ്രതികൾ ദയ അർഹിക്കുന്നില്ലെന്നായിരുന്നു വിധി പ്രസ്താവിക്കവേ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വ്യക്തമാക്കിയത്. വിധിയിൽ സംതൃപ്തിയുണ്ടെന്ന് കുടുംബം പ്രതികരിച്ചു. നീതിപൂർവമായ ഒരു സമീപനമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. തെളിവുകൾ അതേപോലെ തന്നെ കോടതി സ്വീകരിച്ചു. ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ കൃത്യമായ രീതിയിൽ യഥാർത്ഥ കൾപ്രിറ്റ്സ് തന്നെ കോടതിയുടെ മുന്നിൽ എത്തിച്ചു. അത് നല്ല രീതിയിൽ തന്നെ പ്രോസിക്യൂട്ടർ പ്രസൻറ്റ് ചെയ്തു. ഈ നഷ്ടത്തിനിടയിൽ ഞങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമുണ്ട് വിധി. സത്യത്തിൽ ഞാനിത് പ്രതീക്ഷിച്ചതന്നെ, ഞങ്ങളെല്ലാവരും ഇത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. ആഗ്രഹത്തേക്കാൾ എപ്പോഴും പ്രതീക്ഷിച്ചു. കാരണം അപൂർവമായ കേസ് തന്നെയായിരുന്നു ഇത്. സാധാരണ ഒരു കൊലപാതകം അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകം എന്ന നിലയിൽ ഇതിനെ കാണാൻ കഴിയില്ല. അത് ആ സമയത്ത് കണ്ട ഞങ്ങൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് അതിൻ്റെ ആ ഒരു എന്താ പറയേണ്ടത് ഭീകരത മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അപൂർവങ്ങൾ തന്നെയാണ്. അത് കോടതി കണ്ടു. പകച്ചുപോയി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. കാരണം യാതൊരുവിധ ഒരു ഉറുമ്പിന് പോലും ദ്രോഹം ഉണ്ടാക്കാത്ത രീതിയിലുള്ളൊരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ ഇത്ര ഒരു ആക്രമണം വീടിൻ്റെ അകത്ത് കയറി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നൊരു സെക്കൻഡ് നമ്മൾ പകച്ചു എന്നല്ല പറയേണ്ടത്, വല്ലാത്തൊരു ഭീകരത സൃഷ്ടിച്ചു അവർ. ഒക്കെ ലൈഫ് ലോങ് ഉണ്ടാവും, അത് മാറില്ല. കാരണം കണ്ണടച്ചാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡൈനിങ് റൂമിൽ കയറുമ്പോഴും ഞങ്ങൾക്ക് ആ സ്ഥലത്ത് ചവിട്ടാൻ പോലും പറ്റുന്നില്ല. അയ്യോ എൻ്റെ ഏട്ടൻ വീണ് കിടന്ന സ്ഥലമാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ആ സ്ഥലം ചവിട്ടാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഞങ്ങൾക്ക് ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് മുറിയിൽ കയറുമ്പോഴത്തേനും ഓർമ്മകൾ ഇങ്ങനെ. അതുകൊണ്ട് ലൈഫ് ലോങ് ഈ ട്രോമ ഞങ്ങളെ അങ്ങനെ തന്നെ പിന്തുടരും. പക്ഷെ അതിനിടയിൽ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു ശക്തിയോളം യഥാർത്ഥ പ്രതികളെ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി നിയമത്തിന് മുന്നിൽ. ആ ഒരു കാര്യം കോടതി സത്യം കണ്ടെത്തുകയും ചെയ്തു. അത്തരത്തിൽ പോലീസ് ടീം നല്ല രീതിയിൽ പ്രവർത്തിച്ചു. കാരണം പോലീസിൻ്റെ അന്വേഷണത്തിൽ പോലീസിനും അറിയാലോ, വെറുതെ വേഗമായിട്ട് നടന്നൊരു ആളല്ല പുള്ളി. അത്രയും സത്യസന്ധനായ ഒരു മനുഷ്യനാണെന്നും യാതൊരു ഒരു പെറ്റി കേസിൽ പോലും പ്രതിയാകാത്ത ഒരാളുടെ ഇത് പോലീസിനറിയാമല്ലോ നാട്ടിൽ. അത്രയും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും സമ്മതനായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസ്. അദ്ദേഹത്തിനുണ്ടായപ്പോൾ പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തി, സത്യസന്ധമായ രീതിയിൽ അന്വേഷണം നടത്തി. കോടതിയിൽ നിരത്തിയ തെളിവുകൾ സ്ട്രോങ് ആയത്. പിന്നെ ഞങ്ങളെല്ലാവരും ദൃക്സാക്ഷികളല്ലേ, ഞാനും അമ്മയും ചെറിയ മോളും. ഞങ്ങളവരെ കോടതിയുടെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഓരോരുത്തരും ചെയ്ത പ്രവൃത്തി ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. കോടതിയുടെ വിധി സംതൃപ്തിയുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതല്ല അപ്പുറം. വിധി ഒരിക്കലും പകരമാകില്ല, പക്ഷെ ഒരു ആശ്വാസം. ഞങ്ങളുടെ നഷ്ടം തന്നെയാണ്, ജീവിതകാലം മുഴുവനുള്ള നഷ്ടം. എന്നാലും അവർക്ക് ശിക്ഷ കിട്ടിയല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനുണ്ട്. മോളും കാണും, മോളും കണ്ടിട്ടേ പോകുള്ളൂ. അമ്മയ്ക്ക് അതിനുള്ള ആയുസ് ഉണ്ടാവില്ല, പക്ഷെ മോളും അത് കണ്ടേ പോകുള്ളൂ. കാണണം, ദൈവം കാണിക്കണം. അത് രഞ്ജിത്തിന്റെ സഹോദരൻ കൂടിയാണ്. ഈ ഒരു വിടവുണ്ടായപ്പോൾ പിന്നെ ഇതിനൊക്കെ താങ്ങായി നിൽക്കേണ്ട ആളാണ് താങ്കൾ. എങ്ങനെയായിരുന്നു ഒരു അതിജീവനത്തിന്റെ യാത്ര? ആദ്യമൊന്നും മനസ്സിലായില്ല. ഇതെന്താ സംഭവിക്കുന്നുവെന്നും എന്താ സംഭവിച്ചതെന്നും ഒന്നും മനസ്സിലായില്ല. എന്തോ തലയിൽ അടികിട്ടിയ പോലൊരു പ്രതീതിയായിരുന്നു ആദ്യമൊക്കെ. പിന്നെ പതുക്കെ മനസ്സിലായി നമ്മൾ തന്നെ ആണ് മുമ്പോട്ട് വരേണ്ടത്. കാര്യം ഈ കേസിൽ എൻ്റെ വീടിൻ്റെ അകത്ത് വെച്ച് നടന്ന സംഭവമാണ്. അപ്പം ഞങ്ങളാണ് കണ്ടത്, അമ്മയും ചേച്ചിയും ഞാനും മോളുമാണ് കണ്ടത്. അപ്പം ഞങ്ങൾ പിന്നോട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് അങ്ങനെ ഈ കേസ് ഒന്നുമല്ലാതായിപ്പോകും. അതുകൊണ്ട്
നമുക്ക് ചേട്ടനെ നഷ്ടപ്പെട്ടത് എങ്ങനെയെങ്കിലും ഇതിന് കാര്യം ഞങ്ങളെക്കാൾ കൂടുതൽ ഈ സമൂഹത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആളെ വീട്ടിൽ കിട്ടാറില്ല, ഞങ്ങൾക്കൊന്നും കാണാൻ പോലും കിട്ടാറില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഒരു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സമൂഹത്തിൽ ഫുൾ ടൈം ഓടി നടന്ന കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് ഇങ്ങനൊരു വിധി വന്നപ്പോൾ, അതും അഡ്വക്കേറ്റ് ആയിട്ട് ഒരാൾ, ഇങ്ങനെയൊരു വിധി വന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്ലോലി നമുക്ക് മനസ്സിലാക്കി, കാര്യം ഞങ്ങൾ പിറകിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ കേസ് എവിടെ എത്തിയിട്ടില്ലാന്ന്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ആ മനസ്സിലാക്കി തന്നെയാണ് അത് മുമ്പോട്ട് പോയത്. ഓരോരോ സ്റ്റെപ്പും. ഞാൻ വേറൊരു സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്, വരുന്നതും പോകുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ അതൊന്നും നമ്മുടെ മുമ്പിൽ ഒരു വിഷയമായി വന്നില്ല. നമുക്കതിലും വലിയൊരു മിഷൻ ഉള്ളതുകൊണ്ട് അത് എങ്ങനെയും എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചേച്ചിയും എല്ലാവരും ഇവിടെയുള്ള പ്രോസിക്യൂഷൻ ടീമിൽ നിന്ന് നമുക്ക് എത്ര പറഞ്ഞാലും ഞാൻ എൻ്റെ മുഴുവൻ ജീവിതം കടപ്പെട്ടിരിക്കും അവരോടൊക്കെ. കാര്യം ഞങ്ങളെക്കാൾ കൂടുതൽ അത് മനസ്സിലാക്കി അതിൻ്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിലോട്ടും പോയി ഇതിനെ ഇവിടം വരെ എത്തിക്കാൻ ശ്രമിച്ച പ്രതാപ് സാറ്, ഹരീഷ്, ശ്രീദേവി മാഡം, ശില്പ, ഇവരൊക്കെ എക്സലൻറ്റ് ജോബാണ്. അതുപോലെ തന്നെ പോലീസിനെയും ഞങ്ങൾ എടുത്തെടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർ നിഷ്പക്ഷമായിട്ട് ഇതിൻ്റെ പുറകിൽ പോയി എന്നുള്ളതാണ്. ആ ഒരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ അവർ പോയി ഇതിൻ്റെ പുറകിൽ പോയതുകൊണ്ടാണ് അവർ ഇത്രയും തെളിവുകളും ഇതെല്ലാം അവർക്ക് കിട്ടിയത്. അപ്പോൾ അതൊരു വളരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇതുണ്ട്. സോ അങ്ങനെയാണ്. ആലപ്പുഴയിൽ നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ആ ഹൃദയ എന്ന പെൺകുട്ടിയുടെ വാക്കുകൾ കേരളത്തോട് മുഴുവനായി പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അതായത് ഇതുപോലെ നിരവധി പെൺമക്കളുണ്ട്, നിരവധി കുടുംബങ്ങളുണ്ട്, രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ ഇരകളായവർ. ഒരുപക്ഷെ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിന് രാഷ്ട്രീയ കൊലപാതകമായി മാത്രം കാണാൻ കഴിയില്ല. കാരണം കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ മരവിപ്പിച്ച, സ്വന്തം മകളുടെയും ഭാര്യയുടെയും അമ്മയുടെയും കൺമുന്നിൽ വെച്ച് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു സംഭവം. ഇന്നും ആ അച്ഛനെ കൊലപ്പെടുത്തിയതിനെ കുറിച്ച് പറയുമ്പോൾ മകളുടെ ഉള്ള് നീറുന്നുണ്ട്. ഇതൊരു പക്ഷേ കേരളത്തിൽ അക്രമികൾക്ക്, ഈ രാഷ്ട്രീയ കൊലപാതകം നടത്തുന്നവർക്ക് ഒരു വലിയ മുന്നറിയിപ്പ് തന്നെയല്ലേ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ ശിക്ഷാവിധി? ശ്രീജിത്ത്, തീർച്ചയായും ശിക്ഷാവിധി അങ്ങനെ തന്നെ കാണണം ടോം. സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ ഒരു ജീവപര്യന്തം ശിക്ഷയിലേക്കൊക്കെ മാത്രം ഒതുങ്ങേണ്ട കേസാണ്. പക്ഷേ ഇത് അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് പോലീസ് അന്വേഷണമാണ്. കഴിയാവുന്ന പരമാവധി തെളിവുകളെല്ലാം ഈ കേസിൽ ഹാജരാക്കി എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവുകളുണ്ട്, അതോടൊപ്പം തന്നെ CCTVകളുണ്ട്, അതല്ലാതെ പ്രതികളുടെ വിരലടയാള രേഖകളുണ്ട്, സാക്ഷിമൊഴികളുണ്ട്. അങ്ങനെ പരമാവധി തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി എന്നുള്ളതാണ് പോലീസിന് ആദ്യഘട്ടത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്കും കയ്യടി കൊടുക്കേണ്ട ആൾ തന്നെയാണ് പ്രതാപ് ജി പടിക്കൽ. അദ്ദേഹം ഈ കേസ് വളരെ കൃത്യമായി കോടതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. അങ്ങനെയാണ് ഈ കേസിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ തന്നെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, ഇതിൽ 8 പേരാണ് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്. 4 പേർ പുറത്ത് കാവൽ നിന്നു, ബാക്കി 3 പേർ ഇത് ആസൂത്രണം ചെയ്യുന്നതിൽ ഏറ്റവും നിർണായകമായി പങ്കുവഹിച്ചു. അങ്ങനെ ഉള്ള കേസാണ് ഇത്. പക്ഷെ അങ്ങനെ ഒരു കേസിലാണ് നേരിട്ട് പങ്കെടുക്കാത്ത ആളുകൾക്കടക്കം വധശിക്ഷയിലേക്ക് വിധിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രയും ക്രൂരമായ കൊലപാതകമാണ് നടക്കുന്നത്. ഈ കുറ്റപത്രത്തിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് ഈ അമ്മയും രഞ്ജിത്തിന്റെ മകളും ഭാര്യയും ഒക്കെ ഈ പ്രതികളോട് കാലിൽ പിടിച്ച് അപേക്ഷിച്ചു, കൊല്ലരുതേ എന്ന് അപേക്ഷിച്ചു. അങ്ങനെ ഒരാളെ പക്ഷേ യാതൊരു കരുണയുമില്ലാതെ വെട്ടി നുറുക്കി എന്നുള്ളതാണ്. ആ മോള് തന്നെ പറയുന്നത് അച്ഛൻ്റെ മുഖത്ത് നോക്കാൻ പേടിയാകുന്ന നിലയിലാണ് ഈ മൃതദേഹം ഉണ്ടായിരുന്നതെന്നാണ്. തൻ്റെ ഭർത്താവിനൊന്ന് വായ്ക്കരിയിടാൻ അവസരമുണ്ടാക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മുഖം പൂർണ്ണമായും വെട്ടി നുറുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹമെന്ന് ഭാര്യ അലീഷയും പറയുന്നുണ്ട്. അതായത് ഇവരിത് നേരിട്ട് കാണുകയാണ്. സാധാരണ പല കൊലപാതകങ്ങളും നമ്മൾ പലയിടത്തും സംഭവിക്കുന്നത് രാത്രിയുടെ മറവിലോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പകൽ നടക്കുന്ന കൊലപാതകമാണെങ്കിൽ പോലും അതിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർ, ഈ രഞ്ജിത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ, അമ്മയും മകളും ഭാര്യയും അത് നേരിട്ട് കാണുന്നു എന്ന് പറയുമ്പോൾ അത് ചില സമാനതകളില്ലാത്ത സംഭവമായി തന്നെ എടുത്ത് കാണേണ്ടതുണ്ട്. കോടതിയിൽ കേസ് വിധി വന്നത് സ്വാഭാവികമായും കോടതിയുടെ മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. എന്തായാലും അതുകൂടി ഇത്തരം വിഷയങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കോടതി അങ്ങനെ ഒരു വിധിയിലേക്ക് എത്തിയതെന്ന് തന്നെ നമുക്ക് തീർത്തും പറയാം. ടോം.
ശ്രീജിത്ത്, നമുക്ക് ഇതുപോലത്തെ കൊലപാതകം, അതായത് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അതിക്രൂരമായി ടി.പി. ചന്ദ്രശേഖരനെ വെട്ടി നുറുക്കിയ സംഭവം. അതിനുശേഷം ഒരുപക്ഷെ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കൊലപാതകം നടക്കുന്നത് ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലായിരിക്കും. പക്ഷേ ഇതിൽ രാഷ്ട്രീയ കൊലപാതകമായി മാത്രം കണ്ടുകൊണ്ടായിരിക്കുമോ കോടതി ഇങ്ങനെ ഒരു വധശിക്ഷ, എല്ലാ പ്രതികൾക്കും വധശിക്ഷ നൽകാനുള്ള സാധ്യതയില്ല? അതിനപ്പുറം ഈ പ്രതികളുടെ ഈ തീവ്രവാദ പശ്ചാത്തലം, പ്രത്യേകിച്ച് നിരോധിത സംഘടനയുടെ പശ്ചാത്തലം അടക്കം ഈ ശിക്ഷാവിധിക്ക് തൂക്കുകയർ വിധിക്കാൻ കാരണമായി കാണുമോ? തീർച്ചയായും കാരണമായിട്ടുണ്ട് ടോം. നമ്മളൊരു പരിധിവരെ ഈ വാർത്ത, ഈ ഷാൻ വധക്കേസ് ഉണ്ടായി 11-ാം മണിക്കൂറിൽ തിരിച്ചടിക്കുന്ന SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ, ഇതായിരുന്നു ആദ്യ ഘട്ടത്തിലുണ്ടായിരുന്ന വാർത്ത. അതിന് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ 3-ാം പ്രതി അനൂപിന്റെ ഭാര്യയുടെ മൊബൈലിൽ നിന്നാണ് ഹിറ്റ് ലിസ്റ്റ് കണ്ടെടുത്തത്. ഹിറ്റ് ലിസ്റ്റിൽ ഏറ്റവും ഒടുവിലത്തെ ആളായിരുന്നു രഞ്ജിത്ത്. തലേന്ന് രാത്രി 11 മണിക്കും ഈ വീട്ടിൽ രഞ്ജിത്തിനെ കൊലപ്പെടുത്താൻ എത്തിയിരുന്നു. പക്ഷേ രഞ്ജിത്തിനെ കൊലപ്പെടുത്താൻ അന്ന് അവിടെ ആളുകളൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നുകൊണ്ട് അന്ന് കൊലപാതകം നടന്നില്ല എന്നുള്ളതാണ്. ഷാൻ വധക്കേസിലെ ഉണ്ടാകുന്നതിന് പിന്നാലെ നടന്ന കൊലപാതകം എന്ന നിലയിലാണ് അത് പരിഗണിച്ചത്. പക്ഷെ പ്രോസിക്യൂഷന്റെ വാദം അതല്ലായിരുന്നു. ഈ 3-ാം പ്രതിയുടെ ഫോണിൽ നിന്നടക്കം കിട്ടിയ തെളിവുകൾ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വെക്കൽ, അതായത് രഞ്ജിത്തിനെ നേരത്തെയും കൊലപ്പെടുത്താൻ ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം വരികയും ആ വാദം കോടതി അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ തെളിവുകൾ, ഇത്തരത്തിൽ ചില ഹിറ്റ് ലിസ്റ്റ് പോലുള്ള തെളിവുകൾ ഒരു പക്ഷേ നമ്മൾ അങ്ങനെ കാണുന്നതല്ല. ഒരു രാഷ്ട്രീയ സംഘടനയാണെങ്കിലും ആളുകളെ ആരെയൊക്കെ കൊല്ലണം എന്ന തരത്തിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നു എന്ന തരത്തിൽ ഒരാളുടെ ചുമതലകൾ നോക്കി ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നു. സംസ്ഥാന സെക്രട്ടറി ആര്, അല്ലെങ്കിൽ വേറൊരു പദവിയിലിരിക്കുന്ന ആള്, അങ്ങനെയുള്ള ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചൊരു കൊലപാതകം നടത്തുന്നു എന്നുള്ളത് ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചൊരു അമ്പരപ്പിക്കുന്ന സംഭവം തന്നെയായിരുന്നു. അവിടെയാണ് ഒരു സംഘടിതമായി പരിശീലനം ലഭിച്ച, തീവ്രവാദ സ്വഭാവമുള്ള പരിശീലനം ലഭിച്ച ചിലരെങ്കിലും ചെയ്യുന്നതിന് സമാനമായ രീതിയിലുള്ള ചില അക്രമമാണ് ഇവിടെ നടന്നതെന്ന വിലയിരുത്തലിലേക്ക് പ്രോസിക്യൂഷന്റെ വാദം അതായിരുന്നു. അതാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുകയും ചെയ്തത്. ഇവർ PFI ഒപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ട് ഒപ്പം തന്നെ SDPI പ്രവർത്തകരാണ്, നിരോധിത സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന വാദമടക്കം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയെന്നാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കുകയും ചെയ്തത്. ഇതെല്ലാം ഈ വിധിയിലേക്ക് എത്തുന്നതിന് ഒരു കാരണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ജീവിക്കുന്ന തെളിവുകൾ തന്നെ ഈ കേസിൽ ഉണ്ട് എന്നുള്ളതാണ്. 3 ദൃക്സാക്ഷികൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട അമ്മയും ഭാര്യയും മകളും, 3 പേർ ദൃക്സാക്ഷികളാണ്. അതല്ലാതെ നിരവധി ആളുകൾ ദൃക്സാക്ഷികളായിട്ടുണ്ട്. പ്രതികളുടെ രേഖകൾ, കൈയുടെ മറ്റും രേഖകൾ, DNA പരിശോധന, അങ്ങനെ പല കാരണങ്ങൾ വളരെ കൃത്യം ഈ പ്രതികൾ തന്നെയാണ് നേരിട്ട് ചെയ്തത് എന്ന് തെളിയിക്കാൻ പോലീസിനും പ്രോസിക്യൂഷനുമായി എന്നുള്ളതാണ് ഇത്തരത്തിലൊരു വലിയ വിധിയിലേക്ക് എത്തിയത്. നേരത്തെ ടോം ചൂണ്ടിക്കാണിച്ച പോലെ രാഷ്ട്രീയ കൊലപാതകം നടത്തുന്ന ആർക്കാണെങ്കിലും, ഏത് പാർട്ടിക്കാർക്കാണെങ്കിലും അതൊരു വലിയ മുന്നറിയിപ്പാണ് ഈ ഒരു വിധി എന്നുള്ളതാണ്. പോലീസ് കൃത്യമായി അന്വേഷിച്ചാൽ, വളരെ വേഗത്തിൽ അന്വേഷിച്ചാൽ, കേരള പോലീസ് അന്വേഷിച്ചാൽ ഒരു പ്രതിയും എവിടെയും പോകില്ല, അവർക്ക് പിടികൂടാനാകുന്നതേ ഉള്ളൂ എന്ന് തെളിവ് പല കേസുകളും തെളിയിക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്ന് വളരെ കൃത്യമായി, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയ ഒരു കേസ് കൂടിയാണ് ആലപ്പുഴയിലെ ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ്. ടോം. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഒരു കേസിൽ ഇത്രയധികം പ്രതികൾക്ക് ഒന്നിച്ച് വധശിക്ഷ വിധിക്കുന്നത് തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ട് തന്നെയാണ്. ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ ഈ സമീപകാലത്ത് ഇത്തരം ഒരു വധശിക്ഷ വിധിക്കുന്നത് ആദ്യമായിട്ട്. ശ്രീജിത്ത് തുടരുക. 2 പ്രതികരണം കൂടി, ശ്രദ്ധേയമായിട്ട് 2 പ്രതികരണം കൂടി പുറത്തു വന്നിരുന്നു. അതായത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത് ഇത് കേരള പോലീസിന് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമെന്നാണ്. അതോടൊപ്പം ഈ കേസ്, അതായത് സംഭവം നടക്കുന്ന സമയത്ത് ഈ കേസ് അന്വേഷിച്ച പോലീസ് സംഘത്തലവൻ, മുൻ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയും നിലവിൽ VIP സെക്യൂരിറ്റി വിഭാഗം ഡെപ്യൂട്ടി കമ്മീഷണറുമായ G. ശ്രീദേവിന്റെ, അതോടൊപ്പം പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതാപ് G. പടിക്കലിന്റെയും പ്രതികരണങ്ങൾ പുറത്തു വന്നിരുന്നു. കേരളത്തിൽ അതായത് ഈ പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം കോടതി ശരിവെച്ചുവെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടറും പ്രതികരിച്ചത്. ഇത്രയും ഒരു പ്ലാൻഡ് അല്ലെങ്കിൽ ഒരു വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ക്രൈം നടക്കുകയും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള എല്ലാ പ്രതികളെയും, അതിനുള്ള മെയിൻ ആയിട്ടുള്ള വർക്ക് ചെയ്ത എല്ലാവരെയും നമുക്ക് ചുരുങ്ങിയ സമയത്ത് തന്നെ കൊണ്ട് അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഫർദർ വയലൻസ് എസ്കലേറ്റ് ചെയ്യാതിരിക്കാനുള്ള വിധം പോലീസിന് അന്ന് സാധിക്കുകയും ചെയ്തു. അപ്പോൾ അതിനോടൊപ്പം തന്നെ പ്രതികളെ പിടിക്കുക എന്നുള്ളപ്പം തന്നെ അതിനും വളരെ വലിയൊരു ഉദ്യമം തന്നെയാണ് ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിലും വളരെ കാര്യക്ഷമമായ എഫേർട്ടാണ്
നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയത്. അപ്പോൾ അതിൻ്റെ നേരത്തെ കുറ്റക്കാരാണെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വിധി പ്രസ്താവന ഉണ്ടായി. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ഫൈനൽ വിധി ഒന്നാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതാണ്. കാരണം ഇത്തരത്തിലുള്ള ഹീനമായ ഒരു കൃത്യം ചെയ്യുക എന്നുള്ളത്, അപ്പോൾ അതിന് ഇത്രയും നമ്മുടെ നിയമനിഷ്കർഷമുള്ള ഏറ്റവും മാക്സിമമായ ഡെത്ത് പെനാൽറ്റിയാണ് കൊടുക്കുക എന്നുള്ളത് ഇത്തരം പ്രവൃത്തികൾ പോകുന്നവർക്ക് തക്കതായ താക്കീത് തന്നെയായിരിക്കും. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമാണ് എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം കോടതി സ്വീകരിച്ചുകൊണ്ട് കേസിലെ 1 മുതൽ കോടതിയിലുള്ള 1 മുതൽ 15 വരെയുള്ള പ്രതികളിൽ ഇന്നേ ദിവസം കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള 14 പ്രതികൾക്കും മരണം വരെ തൂക്കിലേറ്റാൻ ഇന്ന് കോടതി വിധിച്ചിട്ടുണ്ട്. അതുകൂടാതെ രഞ്ജിത്ത് ശ്രീനിവാസന്റെ പുരയ്ക്കുള്ളിൽ അതിക്രമിച്ച് കടന്നു കയറി മാരകായുധങ്ങളുമായി അദ്ദേഹത്തെ ആക്രമിച്ച കുറ്റകൃത്യത്തിന് 1 മുതൽ 8 വരെ പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും കോടതി വിധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, പല കൗണ്ടുകളിലായി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള കുറ്റപത്രത്തിൽ ആരോപിച്ചിട്ടുള്ള എല്ലാ വകുപ്പുകൾ പ്രകാരവും പ്രതികൾക്ക് തടവ് ശിക്ഷയും അതേപോലെ തന്നെ ഫൈൻ എമൗണ്ടുകളും വിധിച്ചിട്ടുണ്ട്. ഇപ്രകാരം ലഭിക്കുന്ന ഫൈൻ എമൗണ്ടുകളിൽ 6 ലക്ഷം രൂപ രഞ്ജിത്ത് ശ്രീനിവാസന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും 2 കുട്ടികൾക്കുമായി നൽകണമെന്നും കോടതി വിധിച്ചിട്ടുണ്ട്. തീർച്ചയായും പ്രോസിക്യൂഷന് അഭിമാനകരമായ ഒരു വിധിയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ കണ്ട കാലം മൊത്തം പ്രോസിക്യൂഷൻ നടത്തിയിട്ടുള്ള കേസിൽ ഈ പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുള്ള തെളിവുകളെല്ലാം കോടതി സ്വീകരിച്ചു. അതുകൂടാതെ അപൂർവങ്ങളിൽ അപൂർവമായ കേസിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ഈ കൊലക്കേസ് എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദവും കോടതി പൂർണ്ണമായും സ്വീകരിച്ചിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ പ്രതികളെയും മരണം വരെ തൂക്കിലേറ്റാൻ കോടതി വിധിച്ചിട്ടുള്ളത്. വീണ്ടും ശ്രീജിത്ത്, ഇതുപോലത്തെ ഒരു കേസ്, ഒരു ശിക്ഷാവിധി വരുമ്പോൾ എല്ലാ പ്രതികൾക്കും തൂക്കുകയർ വിധിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ പോലീസിന്റെ അന്വേഷണ മികവും പ്രോസിക്യൂഷന്റെ തെളിവുകൾ നിരത്തിയുള്ള വാദങ്ങളും അടക്കം അഭിനന്ദനാർഹമാണ്. ഈ ഒരു രീതിയിൽ, അതായത് നമുക്കറിയാം, കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്ക് മാത്രമല്ല, ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്കും ശിക്ഷ വിധിക്കുന്ന ഒരു സമാനതകളില്ലാത്ത ശിക്ഷാവിധി എന്ന് തന്നെ ഈ കേസിനെ വിശേഷിപ്പിക്കേണ്ടി വരും. പ്രോസിക്യൂഷൻ അതോടൊപ്പം പോലീസും ഈ കുടുംബവുമൊക്കെ ഈ ഒരു എല്ലാ പ്രതികൾക്കും വധശിക്ഷ പ്രതീക്ഷിച്ചതാണോ? വധശിക്ഷ പ്രതീക്ഷിച്ചതാണ് എന്നാണ് ആ കുടുംബത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. എന്തായാലും തീർച്ചയായും വലിയ പ്രതീക്ഷയുണ്ട്, വധശിക്ഷ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്, പരമാവധി ശിക്ഷ ഉണ്ടാകണമെന്ന ആഗ്രഹമാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും ആഗ്രഹമാണ് കോടതിയിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ പറയുകയും ചെയ്തത്. എന്തായാലും അതുപോലെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പല രാഷ്ട്രീയ കൊലപാതകങ്ങളും ഇതിന് സമാനമായി ഉണ്ടായിട്ടുണ്ട് എന്ന വാദമായിരുന്നു പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. പ്രത്യേകിച്ച് ഈ ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസാണ് അതിനൊരു പ്രധാനപ്പെട്ട ഉദാഹരണമായി വെച്ചത്. അത് പിഞ്ചു കുട്ടികളുടെ മുന്നിൽ വെച്ച് നടന്ന കൊലപാതകമായിരുന്നു അത് എന്നായിരുന്നു അന്നത്തെ ഈ കേസിൽ പ്രോസിക്യൂഷന് മുന്നിൽ പ്രതിഭാഗം വെച്ചിരുന്ന വാദം. രണ്ടാമത്തെ മറ്റൊന്ന് TP ചന്ദ്രശേഖരൻ വധക്കേസാണ്. അതും അതിദാരുണമായ കൊലപാതകമാണ്. ഒരുപാട്, അതായത് ഈ മൃതദേഹം വെട്ടി ഛിന്ന ഭിന്നമാക്കി അത്രത്തോളം ക്രൂരത നിറഞ്ഞ കൊലപാതകം ഇതിനു മുൻപും രാഷ്ട്രീയ കൊലപാതകങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ട് എന്ന വാദമായിരുന്നു മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇതും പെട്ടെന്നുണ്ടായ ഒരു രാഷ്ട്രീയ കൊലപാതകം മാത്രമാണ്. ഷാൻ വധക്കേസിന് പിന്നാലെ ഉണ്ടായ ഒരു രാഷ്ട്രീയ പകയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നും പ്രതിഭാഗം വാദിച്ചു. പക്ഷേ ഈ മൂന്നാം പ്രതി അനൂപിന്റെ ഭാര്യയുടെ മൊബൈലിൽ നിന്ന് കണ്ട ഹിറ്റ് ലിസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ തെളിവിൽ ഒരു പരിധിവരെ പ്രതിഭാഗത്തിന് അക്കാര്യത്തിൽ തിരിച്ചടിയായത്. കാരണം ഇത് വളരെ മുൻപ് തന്നെ ഇങ്ങനൊരു പട്ടിക, അതായത് കൊല്ലേണ്ട ആളിന്റെ പട്ടിക നേരത്തെ തയ്യാറാക്കി വെച്ചു എന്നുള്ളത് പെട്ടെന്നുണ്ടായ ഒരു ആസൂത്രണം മൂലമുള്ള കൊലപാതകമല്ല, അത് നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ആസൂത്രണം അതിലുണ്ട് എന്നുള്ളതാണ്. സാധാരണ ടോം, പല കേസുകളിലും 120B, അതായത് ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഈ കേസിൽ ഇത്തരം ഗൂഢാലോചനകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വെക്കൽ അടക്കമുള്ള ഗൂഢാലോചന തെളിഞ്ഞു എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്. സാധാരണ പല കേസുകളിലും കൊലപാതക നിലനിൽക്കാറുണ്ട്, പക്ഷേ 120B പല കേസുകളിലും ഇടാറില്ല. ചില കേസുകളിൽ ഇടുന്ന കേസുകളിൽ തന്നെ അത്
തെളിയിക്കപ്പെടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ കേസിൽ അത് തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും ഒരു വിജയമായി എടുത്ത് കാണേണ്ടത്. ടോം. വ്യക്തമാണ്. ശ്രീജിത്തിലേക്ക് തിരികെ എത്താം. എന്തായാലും ഇനി അറിയേണ്ടത് പ്രതിഭാഗത്തിന്റെ നീക്കം എന്തായിരിക്കുമെന്നാണ്. തിരികെ എത്താം സ്പോട്ട് ലൈവിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. പ്രതികൾക്ക് സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. കേരളത്തെ ഞെട്ടിച്ച, മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ വിധിച്ചെന്ന വാർത്തയാണ് ഇന്ന് ആലപ്പുഴയിൽ നിന്ന് വന്നത്. PFI SDPI പ്രവർത്തകരായിരുന്നു കേസിലെ പ്രതികൾ. സമാനതകളില്ലാത്ത, അതായത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണ്ടുകൊണ്ടാണ് ഈ കേസിൽ, അതായത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കേസിലെ എല്ലാ പ്രതികൾക്കും കോടതി വധശിക്ഷ വിധിക്കുന്നത്. വീണ്ടും ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, നമുക്കറിയാം സാധാരണ ഇത്തരം ഒരു നീചമായ കൊലപാതകമൊക്കെ നടക്കുമ്പോൾ അതിന്റെ പ്രതികൾക്ക് അല്പമെങ്കിലും ഒരു കുറ്റബോധം തോന്നും. പല പ്രതികളും വിധി കേട്ട ശേഷം, വിധി കേൾക്കാൻ വന്നതും വിധി കേട്ട ശേഷവും ഒക്കെ അവർ പുറത്തിറങ്ങുമ്പോഴും യാതൊരു കുറ്റബോധവും പ്രകടമാകുന്നില്ല. അവർ പുഞ്ചിരിയോടുകൂടിയാണ് പുറത്തേക്ക് വരുന്നത്. അതായത് എന്തായിരിക്കും നീ അറിയേണ്ടത്, ഈ പ്രതിഭാഗത്തിന്റെ തുടർ നീക്കം എന്തായിരിക്കുമെന്നാണ്. സ്വാഭാവികമായും അവർ മേൽക്കോടതി തന്നെ ഉടൻ തന്നെ സമീപിക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. പക്ഷേ അങ്ങനെ ഒരു ഔദ്യോഗിക വിശദീകരണം നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയില്ല ടോം. കാരണം ഇവിടെ അവർ പ്രതിഭാഗം അഭിഭാഷകനൊന്നും തന്നെ ഈ കേസിന് വേണ്ടി വാദിച്ച PP ഹാരിസ് പിന്നീട് മാധ്യമങ്ങളെ കാണുകയോ പ്രതികരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് ഈ പ്രതികളെ കുറ്റക്കാരാണെന്ന് വിധിച്ചതിന് ശേഷം ഇന്നത്തെ ദിവസം അദ്ദേഹം പങ്കെടുക്കില്ല, വാദത്തെ ഇവിടെ എത്തില്ല എന്ന് അറിയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ സ്ഥിരീകരണമില്ല. എന്തായാലും പക്ഷെ ഒന്നുള്ളത്, ഇവിടെ ആരുടെയും പ്രതികരണം അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ അപ്പീൽ പോകുമോ എന്നൊക്കെയുള്ളത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ടോം സൂചിപ്പിച്ച പോലെ തന്നെ ചിരിച്ചുകൊണ്ട് പോകുന്ന പല പ്രതികളെയും നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതിൽ അപൂർവമായി 1-2 പ്രതികൾ വളരെ വേദനയോടുകൂടി പോകുന്നുണ്ടായിരുന്നു. 6ാം പ്രതിയാണെന്ന് തോന്നുന്നു. ഒരാൾ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് കണ്ടത്. സാധാരണ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണാറില്ല. പക്ഷേ ഇത്തരം ചില കാരണങ്ങൾ, മറ്റ് പല കാരണങ്ങൾ കൊണ്ട് നടക്കുന്ന കൊലപാതകങ്ങളാണ് അങ്ങനെ നമ്മൾ കാണാറുള്ളത്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ സാധാരണ ഗതിയിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വാഹനങ്ങളിൽ കയറി പോവുകയും കൈവീശി കാണിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. ഈ ഷാൻ വധക്കേസിന് ശേഷം അവർ നടത്തിയ പ്രകടനമൊക്കെ അത്തരത്തിൽ വിവാദമാകുകയും ചെയ്തതാണ്. അവർ നടത്തിയ മുദ്രാവാക്യങ്ങളടക്കം അന്ന് വിവാദമാകുകയും ചെയ്തതാണ്. അത് ആ സംഘടനയുടെ ഒരു സ്വഭാവം എന്ന നിലയിൽ അവരങ്ങനെ ആണ് പ്രതികരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നിലവിൽ ഇവിടെ നിന്ന് ചില പ്രതികൾ മാത്രം വേദനയോടുകൂടി മടങ്ങുന്നു. മറ്റുള്ളവർ യാതൊരു കൂസലുമില്ലാതെ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പ്രതി തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നും നീതി വേണമെന്നൊക്കെ കോടതിയിൽ ആവശ്യപ്പെട്ടു എന്നാണ് നേരത്തെ, അതായത് കുറ്റക്കാരനാണെന്ന് വിധിച്ച ശേഷമുള്ള വിചാരണയിൽ അത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതിഭാഗത്തിന്റെ ഔദ്യോഗിക പ്രതികരണം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഈ സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ അംഗീകാരം ഇതിൽ വേണം. അത് സാങ്കേതികമായ നടപടിക്രമമാണ്. അതിനായി കോടതി നടപടികൾ തുടരുകയും ചെയ്യും. വ്യക്തമാണ്. ശ്രീജിത്താണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇതുപോലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നിരവധി കുടുംബങ്ങൾ അനാഥരായിട്ടുണ്ട്. എല്ലാ അക്രമികൾക്കും കൊലയാളികൾക്കും ഈ ശിക്ഷാവിധി ഒരു മുന്നറിയിപ്പാകണം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ